എത്ര കൊടുക്കാം? ഇത് നമ്മള് ചോദിക്കണതൊക്കെ 75 റുപ്യ, ഒരു 68 റുപ്യ കൊടുക്കും. 68 റുപ്യ കൊടുക്കല്ലേ? AC ഉള്ള വണ്ടിയാണ്, 68 റുപ്യക്ക് തരും. ഇതിന്മേലെ അധികം ഒന്നും നമുക്ക് കുറക്കാൻ കഴിയൂല. അതിന്മേലൊക്കെ 2000-3000 കിട്ടുള്ളൂ. അതെ, ഇപ്പൊ എന്താ ആരെയും ചോദിച്ചു വരുമ്പോള് ഇത് ഉണ്ടല്ലോ എന്ന് നമുക്ക് പറയണല്ലോ. അല്ല, ചെറിയ ഇങ്ങനത്തെ ഈ ബഡ്ജറ്റിൽ എടുക്കാൻ ആളുകൾ ഉണ്ടാവും. കുതിർപ്പത്തിന്റെ ലോ ബഡ്ജറ്റ് ചാകരയുമായി വീണ്ടും ഞാൻ എന്നുള്ളത് നമ്മുടെ മുജീബ് ഖാന്റെ സൺറൈസ് യൂസഡ് കാറിലാണ്. രണ്ടാമത്തെ എപ്പിസോഡാണ് കേട്ടോ. ഇതിന്റെ ഫസ്റ്റ് എപ്പിസോഡ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോന്റെ അടിയിൽ കമന്റ് ബോക്സിൽ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് കണ്ടോളൂ കേട്ടോ. അപ്പൊ ഇവിടുത്തെ മാക്സിമം വണ്ടികൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏകദേശം ഒരു 50 വണ്ടികളാണ് നല്ലൊരു സ്റ്റോക്ക് ഉള്ളത്. SUV ടൈപ്പ് ഉണ്ട്, സെഡാൻ ഉണ്ട്, 7 സീറ്റർ ഉണ്ട്, ചെറുവണ്ടികളുണ്ട്. മാക്സിമം ഒരു 50,000 രൂപ തൊട്ടാണ് ഇവിടെ സ്റ്റാർട്ടിങ് വരുന്നത്. ഇവിടെ എന്നോടൊപ്പം ഉള്ളത് ഇതിന്റെ ഓണറാണ് അർബാബ് മാലിക് മുജീബ് ഖാൻ. എന്തൊക്കെയുണ്ട് മുജീബ് ഖാൻ? മാലിക് അർബാബ്. പിന്നെ മാക്സിമം എത്ര വണ്ടികളല്ലേ? മാക്സിമം എത്ര വണ്ടികളുണ്ട്? മാലിക്കും ദിനാറൊന്നല്ല, പച്ചയായ മനസ്സിലല്ലേ? ഇവിടെ ഒരു 10-50 വണ്ടിയൊക്കെ ഉണ്ട്. 50 വണ്ടികളൊക്കെ ഉണ്ട്. പിന്നെ 7 സീറ്റർ വണ്ടികളൊക്കെ ഈ മറാസൊക്കെ ഉണ്ട്. പിന്നെ അതേമാതിരി മൊബൈലിയോ ഉണ്ട്. അതെ അതെ, എർട്ടിഗ ഉണ്ട്. നമ്മള് ഫസ്റ്റ് എപ്പിസോഡില് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിക്കണ്. എന്നിരുന്നാലും പിന്നെ മാക്സിമം എത്ര രൂപ മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത്? ഇവിടെ 70 രൂപ മുതലുണ്ട് വണ്ടി. 70 രൂപ മുതൽ സ്റ്റാർട്ടിങ് വരുന്നത്. ഓക്കെ, അപ്പോ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കല്ലേ? ലൊക്കേഷൻ നമ്മള് മഞ്ചേരിന്ന് വരികയാണെങ്കിൽ കറക്റ്റ് 3.5 കിലോമീറ്റർ. ഓക്കെ, അമൃത സ്കൂളിന്റെ ഓപ്പോസിറ്റ്. വെള്ളാമ്പുറത്ത് വരികയാണെങ്കിൽ കറക്റ്റ് 3.5 കിലോമീറ്റർ. അത്ര തന്നെ, അമൃത സ്കൂളിന്റെ ഓപ്പോസിറ്റ്. മഞ്ചേരി കോഴിക്കോട്ടുള്ള 3.5 കിലോമീറ്റർ. പിന്നെ വെള്ളാമ്പുറത്ത് നിന്ന് മഞ്ചേരി റോഡിൽ 3.5 കിലോമീറ്റർ. നമ്മള് രണ്ടിന്റെയും നടുക്കാണ്. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വീഡിയോയിലുള്ള നമ്പറിൽ വിളിച്ചോട്ടോ. ഫസ്റ്റ് നമ്പർ മൂപ്പരതാണ്. മൂപ്പരെ വിളിച്ചോ, സംശയം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മൂപ്പരോട് ചോദിച്ചാൽ മതി. അതുപോലെ തന്നെ വണ്ടി എടുക്കുന്നവര് എല്ലാ ഭാഗം ചെക്ക് ചെയ്യുക. അല്ല, സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ്. അപ്പൊ അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ടാവും. പിന്നെ കാണാതെ, അതായത് മേജർ ആക്സിഡന്റ്, വെള്ളം കയറിയ വണ്ടികള്, അങ്ങനത്തെ വണ്ടികള് നമ്മളെ കണ്ണിൽ കാണുന്നതൊക്കെ നമ്മൾ ശരിയാക്കിയിട്ടുണ്ട്. മനുഷ്യനാണ്, മനുഷ്യ സഹജമാണ്. അതെ അതെ, ചിലപ്പോ കാണാൻ കഴിയാത്ത പലതും ഉണ്ടാവും, പറ്റൂലല്ലോ. അതെ അതെ, നമ്മൾ പഠിച്ചോനല്ലോ. അതെ അതെ, മേജർ ആക്സിഡന്റ് ആയ വണ്ടി, വെള്ളം കയറിയ വണ്ടി, ടോട്ടൽ ലോസ് ആയ വണ്ടി, അങ്ങനെയുള്ള വണ്ടികള് ഇവിടെ വിൽക്കൂല. അത് ഗ്യാരണ്ടിയാണ്. നമ്മള് ഗ്യാരണ്ടി കൊടുക്കും, കച്ചവടത്തിൽ തന്നെ ഗ്യാരണ്ടിയാ. ഓക്കെ. പിന്നെ അല്ലാതെ ചിലർ എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പിന്നെ സെറ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ എല്ലാ ഭാഗം ചെക്ക് ചെയ്യാ എടുക്കുന്നവര്. അപ്പൊ നേരെ വണ്ടിയിലേക്ക് പോരാ. നേരെ വണ്ടിയാണ്. 25 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു ഡീസൽ വണ്ടി, അതും ഹോണ്ടന്റെ അമേസാണ്. ഫുള്ളിലും 1 രൂപയില്ലാതെ വണ്ടി കൊണ്ടുപോകാം, അതും ചെറിയ പൈസക്ക്. മോഡൽ ഉണ്ട് കേട്ടോ. ഇത് എത്ര മോഡലായിരുന്നു? 2017 മോഡൽ. 17 വണ്ടി. അത് ലാസ്റ്റ് അല്ലേ? 17 ലാസ്റ്റ് വണ്ടി. ഈ ഷേപ്പ് ഒക്കെ വ്യത്യാസം വരുന്നുണ്ട് 17ന്റെ. അതെ അതെ. പിന്നെ എങ്ങനെയായിരുന്നു ഒരു ഓട്ടം കാര്യങ്ങളൊക്കെ? ഓട്ടത് ആകെ 92,000-93,000. അത്ര ഓടിച്ചു. ഒറിജിനൽ കേരള വണ്ടി, സെക്കൻഡ് ഓണർ വണ്ടി. ഫുള്ള് ലോൺ കൊടുക്കാം നമുക്ക്. ഫുള്ള് ലോൺ കൊടുക്കാം. നമ്മള് കേരള വണ്ടി അല്ലേ? കേരള വണ്ടി. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഒരു പ്രശ്നമില്ല. ഏതാ ഓപ്ഷൻ പിന്നെ? ഓപ്ഷൻ മിഡിൽ ഓപ്ഷൻ XV വരുന്നത്. ഓക്കെ, എത്ര കൊടുക്കാം? ഇത് നമ്മൾ ചോദിക്കണത് 440 ആണ്. നമുക്ക് 410 കൊടുക്കാം. 410 കൊടുക്കാം. 410 ഫുള്ള് ലോണിൽ കൊടുക്കാം. ഫുള്ള് ലോൺ, ക്യാഷ് ബാക്ക് കിട്ടും ചിലപ്പോ. ഒരു പൈസ വേണ്ടല്ലേ? 440 ഒക്കെ ലോണ് കിട്ടും. അതും 2017 ലാസ്റ്റ് വണ്ടി. 410 മൂപ്പര് ചോദിച്ചിട്ടുള്ളത്. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ. ഇവിടെ നമുക്ക് ഒരു ഹൂണ്ടായിന്റെ വണ്ടി അല്ലേ ഇത്? മാനുവലാ ഓട്ടോമാറ്റിക്കാ? മാനുവലാണ്. എങ്ങനെയായിരുന്നു കാര്യങ്ങള്? 4 വീതി, ചെറിയൊരു വീതിയുള്ള ടയർ ഉണ്ട്, 4 ഉണ്ട്, കാര്യങ്ങളുണ്ട്. സ്പോർട്സ് ആണിത്. ഓപ്ഷൻ സ്പോർട്സ് ആണ്. ഓക്കെ. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം ഇന്ത്യയുടെ ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. AC, പവർ സ്റ്റിയറിംഗ്, 4 ഡോർ വിൻഡോ, ബാക്ക് വൈപ്പർ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഓപ്ഷൻ ഫുൾ ആയത് സ്പോർട്സ്. സ്പോർട്സിൽ എല്ലാം വരുന്നുണ്ട്. ഓക്കെ. 2000 എത്ര മോഡൽ പറഞ്ഞ? 2011 മോഡൽ. പേപ്പറൊക്കെ എടുക്കാനായല്ലോ? പേപ്പർ ഈ കൊല്ലം ലാസ്റ്റ് വരുള്ളൂ. ഈ കൊല്ലം ലാസ്റ്റ് വരുള്ളൂ. ഓക്കെ. ഇത് എങ്ങനെയായിരുന്നു? എടുക്കാനെങ്കിൽ നമ്മള് പേപ്പർ എടുത്തു കൊടുക്കും. ഇപ്പൊ പേപ്പർ എടുക്കാത്ത വിലയാണ് നിങ്ങൾ ചോദിക്കുന്നത്? പേപ്പർ എടുക്കുക എന്ന് പറഞ്ഞ വലിയ സംഭവം ഒന്നല്ല. ഒന്ന് കാണിച്ചു കൊടുക്കണം RT ഓഫീസ് പോയി. അല്ല, 10-15 രൂപ മുടക്കില്ലേ? മുടക്ക് പറഞ്ഞാൽ
അഞ്ചു വർഷത്തിനല്ലേ. അതെ, 5 കൊല്ലത്തിന് 10-15 റുപ്യ വേണ്ടി വരും. ഇതിപ്പോ നിങ്ങൾ എത്ര ആസ്ക് ചെയ്യണേ? ഇത് നമ്മൾ ചോദിക്കണൊക്കെ ഇതുവരെ ചോദിച്ചു 1.25 1.25 ഒരു നമുക്ക് 1.55 കൊടുക്കാം. 1.55 കൊടുക്കാം. ഓക്കെ, ഒരു 1.55 കൊടുക്കാം. പിന്നെ 1 കൊല്ലം അതിന്റെ പേപ്പർ എടുക്കണം അല്ല? അതെ, 10-25 റുപ്യന്റെ വീൽസ് തന്നെ ഉണ്ട്. ഓക്കെ, അപ്പൊ ആവശ്യക്കാർ വിളിച്ചോട്ടെ അല്ലേ? ആവശ്യക്കാർ വിളിച്ചോട്ടെ. നല്ല ക്ലീൻ വണ്ടിയാണ്, നല്ല ക്ലീൻ പീസ്, പെട്ടി പീസ് അല്ല? അതെ അതെ. AC ഉള്ള ഒരു ആൾട്ടോ കാർ, അതും ചെറിയ പൈസ കൊടുക്കാം. മാരുതി കാറിന്റെ വിലക്ക് കൊടുക്കാം. 2006, 2007 മാരുതി കൊടുക്കണം. അതെ, ഇത് എത്ര മോഡലാ? ഇത് 2007 മോഡല്. വണ്ടി 27 വരെ പേപ്പർ ഉണ്ടാവും. ഓക്കെ, വണ്ടി എന്ത് പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒരു പ്രശ്നമില്ല, ഒരു റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല നീറ്റ് വണ്ടി. എന്തെങ്കിലും മെയിൻ ക്ലാസ് സെറ്റ് ഉണ്ടാവും. മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ടാവും. നോക്കിട്ട് പറഞ്ഞു കൊടുത്താലേ, ആരെങ്കിലും വിളിച്ചാലേ. പിന്നെ വേറെ അത്യാവശ്യം ഓടാനുള്ള ടയറൊക്കെ ഉണ്ട്. മെക്കാനിക് 4 ടയർ ഫുള്ള്. മെക്കാനിക് ഫുൾ ഫിറ്റ് അല്ലേ? AC ഉണ്ട്. എത്ര കൊടുക്കല്? അതിന്റെ ഇതന്നെ കണ്ടില്ല നിങ്ങള്, വൃത്തി കാര്യങ്ങൾ. അതെ, നല്ല കാണാൻ വൃത്തി ഉണ്ട്. ഒരു 2012 ലുക്ക് ഉണ്ട്. അത്രയും കൊറേ കാണുമ്പോ മനസ്സിലാവില്ല. ഇത് എത്ര കൊടുക്കാം? ഇത് നമ്മള് ചോദിക്കണതൊക്കെ 75 റുപ്യ. ഒരു 68 റുപ്യ കൊടുക്കും. 68 റുപ്യ കൊടുക്കല്ലേ? AC ഉള്ള വണ്ടിയാണ്, 68 റുപ്യക്ക് തരും. ഇതിന്മേലെ അധികം ഒന്നും നമുക്ക് കുറക്കാൻ കഴിയൂല. അതിന്മേലൊക്കെ 2000-3000 കിട്ടുള്ളൂ. അതെ, ഇപ്പൊ എന്താ ആരെയും ചോദിച്ചു വരുമ്പോള് ഇത് ഉണ്ടല്ലോ എന്ന് നമുക്ക് പറയണല്ലോ. അല്ല, ചെറിയ ഇങ്ങനത്തെ ഈ ബഡ്ജറ്റിൽ എടുക്കാൻ ആളുകൾ ഉണ്ടാവും. 25 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഹോണ്ടന്റെ അമേസ് ഡീസൽ വണ്ടിയാണ്. ചെറിയ പൈസക്ക് കൊടുക്കാം അല്ല? കൊടുക്കന്നെ, റമദാൻ ഓഫർ കൊടുക്കന്നെ. ഈ മോഡൽ എത്രയായിരുന്നു? ഇത് 2013 മോഡൽ. 13 വണ്ടി, ഒറിജിനൽ കേരള വണ്ടി. ഓപ്ഷൻ ഏതാ പിന്നെ? ഓപ്ഷൻ XV വരുന്നത്. ഓക്കെ, വേറെ റീപ്ലേസ് സീഡിങ് ഒന്നുമില്ല. ഓട്ടോക്ക് എത്ര ഉണ്ടാവും? ഓട്ടോര് 1.12. അത്ര ഓടിയിട്ടുണ്ടല്ലേ? എത്ര കൊടുക്ക ഇത്? ഇത് സെക്കൻഡ് ഓണർ വണ്ടി. ഫുള്ള് ലോൺ, ഒരു പൈസ തന്നെ. ഓക്കെ, ലോണിനെ പ്രൊമോട്ട് ഒന്നും ചെയ്യുന്നില്ല, ആവശ്യക്കാർക്ക് എടുക്കാം അല്ല? അതെ, ലോണിന് നമ്മൾ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യില്ല. അവനാണ് അത്യാവശ്യം ലോൺ മാത്രം എടുത്താൽ മതി. ഇപ്പൊ സ്വർണത്തിന് നല്ല വിലയാണ്. ഒരു 2 പവനും കൊണ്ട് ഇങ്ങനെ ഊരിയാല് അങ്ങനെ കൊണ്ടുവച്ചാല് ഇഷ്ടംപോലെ പൈസ കിട്ടും. ഓക്കെ, അതും ഇടപാട് വെച്ചാല് പിന്നെ പലിശന്റെ ഇടപാടാണ്, അതും പാടില്ല സംഭവം. അതെ, പിന്നെ അല്ല ഇതിങ്ങനെ ഊരിയാൽ ഇപ്പൊ വിൽക്കാലൊക്കെ നടക്കുമല്ലോ, ഞാനതാ ഉദ്ദേശിച്ചത്. അത് ഓരോരാളെ വ്യക്തിപരമായിട്ടുള്ള ഇതല്ലേ, അത് നമ്മള് അവനാൻ ഇഷ്ടമായി ചെയ്തോട്ടി. അതല്ല, ഈ വണ്ടിക്ക് എത്ര കൊടുക്കാം? ഇത് നമ്മള് ചോദിക്കണൊക്കെ 3.25 ചോദിക്കണത്. ഇത് നമുക്ക് 2.85 കൊടുക്കാം. 2.85 കൊടുക്കാം. അത് ഫുള്ള് ലോണ്. 2013 വണ്ടിയാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ 13 സ്വിഫ്റ്റിന് എത്ര കൊടുക്കണം? അതെ, 13 സ്വിഫ്റ്റിന് 3ന്റെ മേലെ കൊടുക്കണം. 3.35 കൊടുക്കണം എന്തായാലും. ഇതും 25 കിലോമീറ്റർ മൈലേജ് ഉണ്ട് കിട്ടുന്ന വാഹനമാണ്. 2.85 നമ്മൾ തരും. അല്ല, ഞാനൊക്കെ ധൈര്യത്തിൽ പറയും. കാരണം എന്താ വെച്ചാൽ ഞാൻ യൂസ് ആക്കിയ വണ്ടിയാണ് അമേസിങ് ഡീസൽ. 25 കിലോമീറ്ററിന് മേലെ എനിക്ക് കിട്ടിക്കൊണ്ടായിരുന്നു. ടൊയോറ്റന്റെ ഇറ്റിയോസ് ആണ്, അതും ഡീസൽ വണ്ടി അല്ല? നല്ല ബൂട്ട് സ്പേസ്, അതുപോലെ തന്നെ മെയിൻ്റെനൻസ് ഒക്കെ വളരെ കമ്മിയുള്ള ഒരു വാഹനം. പിന്നെ ടൊയോറ്റന്റെ എഞ്ചിനൊന്നും അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല, കാരണം ചിമ്മിട്ട് എടുക്കാം. വണ്ടിമേ എന്തെങ്കിലും തട്ടുമുട്ടൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നോക്കിയാൽ മതി അല്ല? ഇത് എങ്ങനെയായിരുന്നു മോഡല്? ഇത് 2012 മോഡല്. 12 വണ്ടി വണ്ടിയാണ് കേട്ടോ. വണ്ടിയാണ്. ഓപ്ഷൻ പിന്നെ GD അല്ലെ? GD SP അല്ലല്ലോ? GD ആണ്. മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. മെയിൻ ഗ്ലാസ് പൊതുവെ അവിടുന്ന് കൊണ്ടുവരുന്ന വണ്ടിക്കൊക്കെ അതെ, മെയിൻ ഗ്ലാസ് മാത്രമേ റീപ്ലേസ് ഉള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നും ഒന്നുമില്ല. എഞ്ചിനൊക്കെ പെർഫെക്റ്റ് ഇഞ്ചോ. എത്ര കൊടുക്കുക? നമുക്ക് ഓഫർ വിലക്ക് 2.85 നമ്മൾ ചോദിച്ചിരുന്നത്. 2.55 കൊടുക്കണം. 2.55 അതും 2012 ഒരു അൾട്ടർണോറിന്റെ വില. അത്രേ ഉള്ളൂ അല്ലെ? ആവശ്യക്കാര് വിളിച്ചോട്ടെ. നല്ല ഖീദുമത്തിന്റെ നിസാന്റെ ടെറോൺ ആണ് നിങ്ങളെ കാണിക്കുന്നത്. അതും ഒരു SUV ടൈപ്പ് വണ്ടിയാണ്. മാക്സിമം ഒരു 18 കിലോമീറ്റർ മൈലേജും കിട്ടും. ഇതില് 85 ആണല്ലേ? 85 ആണ്. 2017 മോഡല്. സെക്കൻഡ് ഓണർ. ഒന്നിന്റെ താഴെ ഓടിയിട്ടുള്ളൂ. 92,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത്ര ഓടിയിട്ടുള്ളൂ ഒന്നിന്റെ ഉള്ളിക്ക്. ഇത് നമ്മൾ ഉദ്ദേശിക്കണ 5.25 ആയിരുന്നു. 5.25 നമുക്ക് കിട്ടണം എന്നൊക്കെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ആരും തരുന്നില്ല. പിന്നെ റമദാന്റെ ഓഫറാണ് കൊടുക്കണേ നമ്മള്. കൊടുക്കല്ലേ? പൊട്ടിച്ചു 4.25 നമുക്ക് ഫുള്ള് ലോൺ ഇട്ട് കൊടുക്കാം. 4.25 കൊടുക്കാം. അതും ഫുള്ള് ലോണിൽ കൊടുക്കാം. ഒരു പൈസ വേണ്ട. വണ്ടി വേറെ റീപ്ലേസ് കാര്യങ്ങൾ ഒന്നുമില്ല.
ഓക്കെ, അപ്പൊ ഒരു ആൾട്ടോ 800 എടുക്കുന്ന പൈസ ഉണ്ടെങ്കിൽ ഒരു 7 സീറ്റ് വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും മാരുതിന്റെ എർട്ടിഗ ആണ്. എല്ലാ ആളുകൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടി അല്ല, മെയിൻ്റെനൻസ് ഒക്കെ വളരെ കമ്മിയുള്ള ഒരു വാഹനം. ഇത് എങ്ങനെയായിരുന്നു മോഡല്? ഇത് 2012 മോഡല്. ഡീസലാണ്. പിന്നെ അത്യാവശ്യം ഒരു 20 കിലോമീറ്ററിന്റെ അടുത്ത് മൈലേജ് കിട്ടും. ഇന്റീരിയർ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, പുതിയ ചെയ്തിട്ടുണ്ട്. പിന്നെ എഞ്ചിനും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? മെക്കാനിക് ഫുൾ ഫിറ്റ്. ഈ ഇടികുത്തൊന്നുമില്ലല്ലോ? ഒന്നുമില്ല, ഒരു റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഇല്ല, മേജർ ആക്സിഡന്റ്, റീപ്ലേസ്, ഫ്ലഡ്, ടോട്ടൽ ലോസ് ഒന്നുമില്ല കേട്ടോ. നല്ല വണ്ടി, ക്ലീൻ പീസ്, പെട്ടി പീസ്. ഏകദേശം ഒരു 8-9 ആൾക്ക് ഇത് സുഖമായിട്ട് പോകാൻ പറ്റിയൊരു വണ്ടി അല്ലേ? ഏകദേശം എത്ര ഓട്ടം ഉണ്ടാവും? ഇത് ഓട്ടം ഒന്നിന്റെ മേലെ എന്തോ ചില്ലറ ഓടിയിട്ടുണ്ടല്ലേ? ഒന്നിന്റെ മേലെ ചില്ലറ വരുമ്പോ 1.10 അത്ര ഓടിയിട്ടുണ്ടാവും. എത്ര കൊടുക്കാൻ പറ്റും ഇത്? ഇത് നമ്മൾ ചോദിക്കണൊക്കെ 3.5 ഉറുപ്പിയാണ്. 3.25 കൊടുക്കും. 3.25 കൊടുക്കാം. 2012 ഡീസൽ വണ്ടി 2.5 ലോൺ കിട്ടും. 2.25 ലോണും കിട്ടും. ഒരു ടെൻഷനും വേണ്ട. നല്ല ഖീദുമത്തിന്റെ ഒരു ഒറിജിനൽ കേരള ആഡംബരക്കാർ ടൊയോറ്റന്റെ കൊറോള അൾട്ടിസ് ആണ് നിങ്ങളെ കാണിക്കുന്നത്. ഒരു ഡീസൽ വണ്ടിയാണ്. മാക്സിമം ഒരു 20 കിലോമീറ്റർ ഒക്കെ എന്തായാലും മൈലേജ് കിട്ടും കേട്ടോ. ജി ഓപ്ഷൻ ജി ആണ് ഓപ്ഷൻ. പിന്നെ അലോയ്സ് ആൻഡ്രോയിഡ് ഒക്കെ വരുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. എങ്ങനെയായിരുന്നു ഇത് കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുത്താല്? ഇത് 2015 മോഡല് ജി ആണ്. ഓക്കെ, ഒരു 1.67 ഓട്ടം ഉണ്ട്. ഓട്ടോ ജെനുവിൻ ആയിരിക്കോ? ഓട്ടം ജെനുവിൻ ആണ്. ടൊയോട്ടക്ക് പിന്നെ ഓട്ടം കൂടിയാലും പ്രശ്നം വലിയ സീനില്ല. ടൊയോട്ടന്റെ എത്ര 10 ലക്ഷം കിലോമീറ്റർ തന്നെ ഓടിയാലും വലിയ കുഴപ്പമില്ല. പിന്നെ ഇത് ഒറിജിനൽ കേരള വണ്ടി ആയതുകൊണ്ട് ടെൻഷൻ വേണ്ട. ഇനിയിപ്പോ മറിച്ചതോ തിരിച്ചതോ ഫ്ലഡോ ഗുഡോ അങ്ങനത്തെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഫുൾ ഹിസ്റ്ററി എടുക്കാം, ചെക്ക് ചെയ്യാം. വണ്ടി എവിടെ വേണമെങ്കിലും ഇങ്ങോട്ട് ഷോറൂമിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യാം, എന്ത് വേണമെങ്കിൽ ആക്കാം. ഇത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഒരു പ്രശ്നമില്ല. ഓക്കെ, ഇത് നമ്മള് 8.15 പോണ വണ്ടിയാണ്. നമുക്ക് 7.30 തന്നാ മതി. 7.30 നമ്മൾ കൊടുക്കും. ഫുള്ള് ലോൺ ഇട്ടു. വേറെ ഹൈലൈറ്റ് എന്താന്ന് വെച്ചാലില്ലേ, ഇപ്പൊ ഈ വണ്ടി ഇറക്കുന്ന ആൾക്ക് പൈസ വേണ്ട കേട്ടോ. ഫുള്ള് ലോണില് വണ്ടി ഇറക്കാൻ പറ്റും. 7.30 ആണ് ചോദിക്കുന്നത്. 7 ഉറുപ്പിക IDV തന്നെ ഉണ്ട്. 7 ലക്ഷം IDV ഉണ്ട്. സംഘം പോലത്തെ ഒരു റിഡ്സ് കാർ, അതും ഡീസലാണ് അല്ല? എത്ര മോഡലായിരുന്നു ഇത്? 2009 മോഡൽ. 2009 ഈ വണ്ടിയാ? കാണുമ്പോ 2009 പോലെ ഇല്ല. മോഡൽ കൂടിയ വണ്ടി പോലെ തോന്നുന്നുണ്ട്. 29 വരെ പേപ്പർ ഉണ്ടാവും. 29 വരെ. ഓക്കെ, ഇത് റീപ്ലേസ് ഒന്നും ഉണ്ടോ? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. മെയിൻ ക്ലാസ് വരെ 2009 ആണ്. എല്ലാം ഒറിജിനാലിറ്റി അല്ലേ? പിന്നെ ചെറിയ ടച്ചപ്പ് ഒക്കെ ഉണ്ടാവും. ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വേറെ പ്രശ്നങ്ങള് ഇടികുത്തൊന്നുമില്ല. മെക്കാനിക് എന്തുപാട്? മെക്കാനിക് ഒക്കെ ഫുൾ പെർഫെക്റ്റ്. ഓക്കെ, 2009 29 ഒരു പേപ്പർ ഉണ്ട്. വേറെ എത്രയാണ് ആസ്ക് ചെയ്യുന്നത്? ഇത് നമ്മൾ ചോദിക്കണതൊക്കെ 1.80. 1.80. ഇത് നമുക്കൊരു 1.68 കൊടുക്കാം. 1.65. 1.68. അതും റിഡ്സ് ഡീസൽ വണ്ടി. ഏകദേശം 20 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന 2012 അൾട്ടോന്റെ വില അല്ല? വേറെ പ്രശ്നങ്ങളൊന്നുമില്ല വണ്ടിമേ? ഒരു പ്രശ്നവും, മേജറും ഇല്ല, മൈനറും ഇല്ല, ഒന്നുമില്ല. നല്ല ക്ലീൻ പീസ്. ഒരു ആൾട്ടോ കാർ എടുക്കുന്ന പൈസയുള്ളൂ കേട്ടോ. ഒരു സ്വിഫ്റ്റ് ഡീസൽ വണ്ടിയാണ് നിങ്ങളെ കാണിക്കുന്നത്. അതും ഓപ്ഷൻ പിന്നെ വീഡിയോ അല്ലേ? 4 അലോയ് വീൽസ് വണ്ടി. 4 അലോയ്സ് എക്സ്ട്രാ കയറ്റിയിട്ടുണ്ട്. എത്ര മോഡലായിരുന്നു ഇത്? 2010 മോഡൽ. 10 മോഡല്. പുതിയ പേപ്പർ എടുത്തണ? പുതിയ പേപ്പർ എടുത്ത വണ്ടിയല്ല? 2030 വരെ ഉണ്ടോ? വേറെ റീപ്ലേസ് കാര്യങ്ങള് ഒന്നുമില്ല, ഇടികുത്തൊന്നുമില്ല. മെക്കാനിക് കാര്യങ്ങളൊന്നുമില്ല. മെക്കാനിക് ഒന്നും കുഴപ്പമില്ല. അത്യാവശ്യം ഫിറ്റ് ആണ്. പിന്നെ എടുക്കുന്നവർ ഫുള്ള് ചെക്ക് ചെയ്തോട്ടെ. എത്ര കൊടുക്കത്? ഇത് 2010 മോഡല്. നമ്മൾ ഉദ്ദേശമൊക്കെ 1.90 ആയിരുന്നു. നമുക്കൊരു 1.70 കൊടുക്കാം. 1.70 കൊടുക്കാം. അല്ല പോട്ടല്ലേ, ആരെങ്കിലും കൊണ്ടുപോയിക്കോട്ടെ. ഒരു 68 കൊടുക്കാം. ടൊയോറ്റന്റെ കൊറോള അൾട്ടീസ് ആണ് നിങ്ങളെ കാണിക്കുന്നത്. ഒരു ആൾട്ടോ 800 എടുക്കുന്ന പൈസ മതിയല്ലേ? ഓക്കെ, എങ്ങനെയായിരുന്നു ഇത് കാര്യങ്ങളൊന്നും പറയാം? 2010 മോഡല് 11 രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു വാഹനം കൂടിയാണ്. അതുകൊണ്ട് 5 കൊല്ലത്തെ പുതിയ പേപ്പർ. 2031 ജനുവരി വരെ പേപ്പർ ഉണ്ട്. ഒരു ടെൻഷനും വേണ്ട. ഇത് കേരള വണ്ടിയാ? നമ്പർ ആയ വണ്ടിയാണ്. വണ്ടി എന്തുപാട്? മെക്കാനിക് ഒക്കെ നല്ല വണ്ടിയല്ലേ? നല്ല വണ്ടി. ഇടികുത്തൊന്നുമില്ല. ഇടിയും കുത്തോ കാര്യങ്ങളൊന്നുമില്ല. ലൈറ്റ് കാര്യങ്ങളൊക്കെ കണ്ടില്ല. നല്ല കാണാൻ നല്ല വൃത്തിയുണ്ട്. ഇപ്പൊ ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുള്ള ഒരു വാഹനം. അതുപോലെ തന്നെ ഇന്ത്യൻ ഭാഗത്ത് നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ഓപ്ഷൻ ഏതായിരുന്നത്? ഓപ്ഷൻ ജെ ആണ് അല്ലെ? ഓക്കെ,
വേറെ തട്ടുമുട്ട് പെരക്കൊന്നുമില്ല. എത്ര കൊടുക്കുക ഇത്? ഇത് നമ്മള് ഇതിപ്പോ സംഭവത്തിൽ 290 പോണ വണ്ടിയാണ്. ഓക്കെ, നിങ്ങൾക്ക് തന്നെ അറിയാലോ. അതെ, നമുക്ക് 260 കൊടുക്കാം. 260 കൊടുക്കാം. 260 കൊടുക്കാം. നമുക്ക് 2.25 ലോൺ ഇട്ട് കൊടുക്കാം. 2.25 ലോൺ കൊടുക്കാം. 2011 രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു വാഹനം കൂടിയാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോട്ടെ. ഈ ടാക്സി വണ്ടിയിൽ ഉപജീവിത മാർഗമൊക്കെ നോക്കുന്നവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു വാഹനമാണ്. ഓൾറെഡി ഇപ്പോൾ ടാക്സി പെർമിറ്റോട് കൂടിയുള്ള ഒരു വാഹനം അല്ലെ. അതും ടൊയോറ്റന്റെ ഇറ്റിയോസ് ആണ്. ഇറ്റിയോസ് പിന്നെ എല്ലാ ആളുകൾക്കും മെയിൻ ആയിട്ട് ടാക്സി കാറാണ് യൂസ് ആക്കുന്നത്. അതിൽ യാതൊരു സംശയമില്ല അല്ലെ. മെയിൻ്റനൻസ് വളരെ കമ്മി. പിന്നെ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് ഈ ഇറ്റിയോസിനെ പറ്റിയിട്ട്. അപ്പോ ഇതിന്റെ ഒന്ന് ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞു കൊടുത്താലേ എങ്ങനെ? ഇത് 2015 മോഡല് GD-SP ആണ്. 2 എയർ ബാഗും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. ഓക്കെ. പിന്നെ സിംഗിൾ ഓണർ വണ്ടിയാണ്. ഓക്കെ, ഒരേ ഒരു ഓണർ. 1,90,000 ഓട്ടം. കറക്റ്റ് ഓട്ടം. വേറെ പിന്നെ ടാക്സ്, ഇൻഷൂർ, ബ്രേക്ക് ഒക്കെ ഒരു 5-6 മാസം ഉണ്ടാവും. ബാക്കി ബാലൻസ് കൊല്ലം ബ്രേക്ക് എടുക്കണല്ലോ. ടാക്സി വണ്ടിയാണ്. അപ്പൊ ഇത് നമ്മള് ഉദ്ദേശിക്കണൊക്കെ 5-10 ഉദ്ദേശം. 5-10 ചോദിക്കുന്നത് 5-10 ആണ്. ഇതിപ്പോ നമുക്ക് 4.55 കൊടുക്കാം. 4.55 കൊടുക്കാം. അത് മോഡൽ എത്രയായിരുന്നു? 2015 മോഡൽ. 15 വണ്ടി. അതെ. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളൂ അല്ലെ. ഒരു ആൾട്ടോ കാർ എടുക്കുന്ന പൈസ മതി കേട്ടോ. സ്വിഫ്റ്റ് കാറാണ്, ഡീസൽ ആണ്, അത്യാവശ്യം 20 കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടും. ഈ ആൾട്ടോ കാറിന്റെ പൈസ തന്നെ മതി കേട്ടോ. അതിൽ കൂടുതലൊന്നും വേണ്ട. 1.25 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. 1.25 രൂപ എന്തായാലും ഒരു 2010 AC പവർ സ്റ്റിയറിംഗ് ആൾട്ടോ കാറിന് അത്ര കൊടുക്കണം. 1.25 എന്തായാലും കൊടുക്കണം. ആ ഒരു പൈസക്ക് തന്നെ ഈ വണ്ടി കൊടുക്കാം അല്ല. മുജീബ്, ഇതിന്റെ ഫുള്ള് ഒന്ന് ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞു കൊടുക്കാം. ഇത് 2007 മോഡല് സ്വിഫ്റ്റ് ആണ്. ഇത് നമുക്ക് ലാസ്റ്റ് പേപ്പർ എത്ര വരുന്നുണ്ട്? 27 ലാസ്റ്റ് വരെ. നല്ല എഞ്ചിനും കാര്യങ്ങളൊക്കെ. മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. ചെറുതായിട്ടൊക്കെ ഉണ്ടാവും. 2007 റീപ്ലേസ് അബ്രോണ് കാര്യങ്ങളും ഇതൊന്നും പോയിട്ടില്ല. പിന്നെ മെയിൻ ക്ലാസ് പോയിട്ടില്ല. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. പ്രശ്നമില്ല. പിന്നെ ഇതിപ്പോ നമ്മള് ഉദ്ദേശിക്കണം 1.40. നമുക്കൊരു 1.23 കൊടുക്കാം. 23? 1.23 ഈ വണ്ടി തരും കേട്ടോ. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ. എല്ലാ ഭാഗവും ചെക്ക് ചെയ്തിട്ട് തൃപ്തി ആയെങ്കിലും എടുത്താൽ മതി. ഇവിടെ ഒരു റിഡ്സ് കാർ, അതും ഡീസൽ വണ്ടിയാണ്. ചെറിയ പൈസക്ക് കിട്ടും. എങ്ങനെയായിരുന്നു ഇത്? 2013 മോഡല് 14 രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു വണ്ടി. ഓക്കെ. ഇത് നമ്മൾ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാല് 2.90 നമ്മൾ ചോദിച്ചിന്. ഇതിപ്പോ നമുക്ക് 2.65 കൊടുക്കാം. 2.65 കൊടുക്കാം. അതും 13 മോഡല് 14 രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഡീസൽ വണ്ടി. മേജർ ആക്സിഡന്റ്, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. മാക്സിമം ഫുള്ളി ലോണിൽ ചെയ്യാം. ഇന്റീരിയർ ഭാഗത്തും പുറത്തും എല്ലാം നോക്കണം. നല്ല വൃത്തിയുണ്ട് വണ്ടി. നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഉണ്ട് അല്ലെ. അപ്പൊ ആവശ്യക്കാരെ വിളിച്ചോട്ടെ. ഇവിടെ ഒരു ഹ്യൂണ്ടായിന്റെ i10, അതും മാനുവൽ വണ്ടിയാണ്. കറുകറുത്ത മുന്തിരി പോലത്തെ വണ്ടി അല്ലെ. കറുകറുത്ത ഒരു മുത്താണല്ലേ. എങ്ങനെയായിരുന്നു ഇത് മോഡല്? ഇത് 2008 മോഡല്. 28 വരെ പേപ്പർ ഉണ്ട്. 28 വരെ പേപ്പർ ഉണ്ട്. 2008 അൾട്ടോന്റെ വില. അതെ. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. അൾട്ടോന്റെ വില i10 എത്രയാണ്? ഇതിപ്പോ നമ്മള് ഒരു അൾട്ടോന്റെ വില എന്ന് പറഞ്ഞാൽ എത്ര ഉറുപ്പ്യ ഉണ്ടാവും? 1.25. 2008 അൾട്ടോക്ക് അത്ര ഉണ്ടാവില്ല. 2008 അത്ര ഉണ്ടാവില്ല. 1.10, 1.5 അല്ലെ. ഈ വണ്ടി എത്ര കൊടുക്കാം? ഈ വണ്ടി നമുക്ക് 90 രൂപ കൊടുക്കാം. 90,000 രൂപ കൊടുക്കാം. 90,000 രൂപ കൊടുക്കും. 2008 28 വരെ പേപ്പറുള്ള ഹ്യൂണ്ടായിന്റെ i10 മാനുവൽ വണ്ടിയാണ്. ഇന്റീരിയർ ഭാഗത്തൊക്കെ നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിയുണ്ട്. മെക്കാനിക് എന്ത് പാട്? മെക്കാനിക് വെള്ള നീറ്റല്ലേ. വെള്ള നീറ്റ് വണ്ടി. ഓക്കെ. അപ്പൊ ആവശ്യക്കാർ വന്ന് നോക്കിക്കോളൂ കേട്ടോ. അതെ. എങ്ങനെയായിരുന്നു ഇത് മോഡല്? ഒരു 96 വലിപ്പുണ്ട്. മഹീന്ദ്രന്റെ മറാസോ. കേരള വണ്ടി അല്ലേ? കേരള വണ്ടി. 2019 വണ്ടി. മിഡിൽ ഓപ്ഷൻ ആണ്. ഓക്കെ. 2019 1 ചില്ലറന്തോ ഓട്ടോ ഉണ്ട്. ഇത് ടാക്സി വണ്ടി ഒന്നുമല്ലല്ലോ, പ്രൈവറ്റ് വണ്ടി അല്ല. ടാക്സി വണ്ടി അല്ല, ഇത് ടാക്സി കുറെ ഉണ്ട് വണ്ടി. അങ്ങനെ ചോദിച്ചതാ. ടാക്സി അല്ല, ഇപ്പൊ പ്രൈവറ്റ് ആണ്. എന്തൊക്കെ വരുന്നത്? ഇത് AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, അതുപോലെ തന്നെ എയർ ബാഗ് വരുന്നുണ്ട്. എയർ ബാഗ്, ABS, പിന്നെ ആൻഡ്രോയിഡ് ഒക്കെ വരുന്നുണ്ട്. അതില് എല്ലാം ഉണ്ടല്ലോ. ആൻഡ്രോയിഡ്, അലോയ്സ് വരുന്നില്ല. ഓക്കെ. മിഡിൽ ഓപ്ഷൻ അല്ല ഇത്? മിഡിൽ ഓപ്ഷൻ. വേറെ റീപ്ലേസ് തട്ടുമുട്ടൊന്നുമില്ല. ഒന്നുമില്ല. എത്ര ആസ്കേനെ? ഇത് നമ്മൾ ചോദിച്ചിരുന്നതേ 6.25 ചോദിച്ചിരുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം. 5 MB കൊടുക്കാം.
550. മാക്സിമം ലോൺ ഫുള്ള് ലോൺ ഒരു പൈസ വേണ്ട, ഒരു പൈസ വേണ്ട. ഒരു കൊട്ടനുറുപ്പ് ഞങ്ങൾ തരണ്ട തന്നെ. പിന്നെ ചെറിയൊരു ഇതിന് എന്താണ്, ഇപ്പൊ നമ്മളൊരാൾക്ക് ലോൺ ഇട്ട് കൊടുക്കുകയാണല്ലോ, ലോൺ ഇട്ട് കൊടുക്കുമ്പോ 1000 റുപ്യ അഡ്വാൻസ് തരിക. അത് നമ്മൾ നിങ്ങൾ പോകുമ്പോ അങ്ങോട്ട് തന്നെ തിരിച്ചു തരും. അതൊക്കെയാണ് നമ്മളത്. ഇവിടെ ഒരു വാഗണറാണ് നിങ്ങളെ കാണിക്കുന്നത്. അതും ഓട്ടോമാറ്റിക് വണ്ടിയാണ് കേട്ടോ. ഓട്ടോമാറ്റിക് വണ്ടി ഈ ഒരു പീസ് ഇവിടെ ഉള്ളൂ അല്ല. കഴിഞ്ഞ വീഡിയോയിൽ കുറെ ഓട്ടോമാറ്റിക് ഉണ്ടായിരുന്നു, അതൊക്കെ കൊടുത്തല്ല, ഒക്കെ പോയി. ഒറ്റൊരു പീസാണ് ഓട്ടോമാറ്റിക് വാഗണർ. അതും ഈ വാഗണറിൽ ടൈപ്പ് 2 അല്ലേ ഇത്? ടൈപ്പ് 2 ടൈപ്പ് 2. ഇതില് ആളുകൾ അന്വേഷിക്കുന്നുണ്ട് ഓട്ടോമാറ്റിക്. അപ്പൊ ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്നോട്ടെ. ഇത് എങ്ങനെ ഇതിന്റെ ഫുള്ള് ഡീറ്റെയിൽ? ഇത് 2016 മോഡല്. 16 മോഡൽ ഉണ്ട്. സെക്കൻഡ് ഓണർ ആണ്. ഒന്നിന്റെ താഴെ ഓടിയിട്ടുള്ളൂ. ഓക്കെ. ഇത് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന വില 385 ആയിരുന്നു. നമുക്ക് 365 കൊടുക്കാം. 365 കൊടുക്കാം. ഇന്റീരിയർ ഭാഗത്ത് നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ തന്നെ VXI ആണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ ഉണ്ട്. അതുപോലെ തന്നെ ആവശ്യക്കാര് വന്നോട്ടല്ല. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോൺ, ഫുൾ ലോൺ. നല്ല ഖീദമത്തിന്റെ ഒരു റിഡ്സ് കാറാണ്, അതും പെട്രോൾ വണ്ടി. എങ്ങനെയായിരുന്നു മോഡല്? ഇത് 2015 മോഡല്. 15 മോഡല്. ഓക്കെ. ഓപ്ഷൻ തന്നെ VXI. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ വരും. ആകെ 86,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വെറും 86,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് ഒക്കെ കറക്റ്റ്, സർവീസ് കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. ഉണ്ട്. ഓണർഷിപ്പ് സെക്കൻഡ് അല്ലേ? തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല. പ്രശ്നങ്ങളൊന്നുമില്ല. ഇല്ലേ, ഒരു പ്രശ്നമില്ല. എഞ്ചിനൊക്കെ പെർഫെക്റ്റ്. എത്ര കൊടുക്കാം? പെർഫെക്റ്റ് ഓക്കെ. എത്ര കൊടുക്കാം? ഇത് നമ്മള് 3 റുപ്യ നമ്മള് ചോദിച്ചിരുന്നു. 3.5 ചോദിച്ചു. നമുക്ക് ഫുള്ള് ലോൺ ഇട്ടിട്ട് 3.10 കൊടുക്കാം. 3.10 ഫുള്ള് ലോൺ. 2015 വണ്ടി. 2015 വണ്ടി. ഓക്കെ. അപ്പൊ ആവശ്യക്കാരെ വിളിച്ചോട്ടെ. ഇവിടെ ഒരു ടൊയോറ്റന്റെ ഇറ്റിയോസ്. അതെ. ഇതെങ്ങനെയായിരുന്നു? കേരള വണ്ടിയാ? ഇത് റീ വണ്ടി ആയിരുന്നു. പറഞ്ഞോളി. 2015 മോഡല്. ഓക്കെ. ഓപ്ഷൻ വരുന്നത് GDSP ആണ്. അല്ല, ഇറ്റിയോസ് അല്ല, ഇറ്റിയോസ് ലിവ് ആണ്. ഓക്കെ. ഓപ്ഷൻ വരുന്നത് GDSP. 2 എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ABS ഒക്കെ വരുന്ന വണ്ടി. അതെ. വണ്ടി ഓട്ടം കാര്യങ്ങളൊക്കെ ജെനുവിൻ ആയിരിക്കും തോന്നുന്നുണ്ട്. നമ്മൾ ഉറപ്പ് കൊടുക്കൂല. വേറെ ആയതുകൊണ്ട്. മെക്കാനിക് ഒക്കെ എന്തുപാട്? മെക്കാനിക് നല്ല മെക്കാനിക് ഫിറ്റ് ആണ്. എത്ര കൊടുക്ക? ഇത് നമ്മൾ ചോദിക്കണ 4.25 ചോദിക്കുന്ന വണ്ടിയാണ്. ഓക്കെ. ഒരു 3.85 കിട്ടുകയാണെങ്കിൽ ഫുള്ള് ലോണിൽ കൊടുക്കാം. 3.85 കിട്ടിയാല് ഒരു 3.70 ലോൺ കിട്ടും. 3.70 ലോൺ ഇട്ട് ഒരു 10-15 ഉറുപ്പിക ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും അല്ലെ? അപ്പൊ നല്ല കറുത്ത മുന്തിരി പോലത്തെ ഒരു ഇറ്റിയോസ് ലിവ് ആണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. അതും ചെറിയ ബഡ്ജറ്റിൽ കൊടുക്കല്ലേ? അതെ. ഇത് നിങ്ങൾ തന്നെ വണ്ടി, നിങ്ങൾ യൂസ് ആക്കുന്ന വണ്ടി. എങ്ങനെയായിരുന്നു ഇത് കാര്യങ്ങള്? ഇത് 2011 വണ്ടി. 2011 ആണ്. പേപ്പർ പുതിയ എടുത്തിക്കണ? പേപ്പർ ഈ കൊല്ലം ലാസ്റ്റില് നോക്കിയാൽ മതിയല്ലേ? പിന്നെ വെറുതെ കളിയണ്ട. ഡിസംബറിൽ ഇനി ഒരു 5-8 മാസം ഉണ്ടല്ലോ. 10 മാസം 11 മാസല്ലേ? അതെ 10 മാസം ഉണ്ടാവും. ഓട്ടൊക്കെ എത്ര ഉണ്ടാവും? ഓട്ടോ ഇതിൽ കാണുന്നത് 1.27 ആണ്. നമുക്ക് റീവണ്ടിയാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വേറെ ഒരു പ്രശ്നം. മെക്കാനിക്കൊക്കെ നല്ല മറ്റേ ആൻഡ്രോയിഡ്, മറ്റേ 10 രൂപ 12 രൂപയുടെ ആൻഡ്രോയിഡ് സെറ്റ് ഉണ്ട്. ആൻഡ്രോയിഡ് ഉണ്ട്. അലോയ്സ് എക്സ്ട്രാ കയറ്റിയിട്ടുണ്ട്. നല്ല സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. അതെ. ഡീസലാണ്. അത്യാവശ്യം 10-20 കിലോമീറ്റർ മൈലേജും കിട്ടും. 20-25 കിലോമീറ്റർ തയ്ച്ചും കിട്ടുന്നുണ്ട്. അത് നിങ്ങൾക്ക് കിട്ടും. കാരണം അത് ചില ആളെ ഓട്ടത്തിൽ കിട്ടുന്നതാണ്. ഇപ്പോ ഞാൻ യൂസ് ചെയ്യണ വണ്ടിയാണ്, എനിക്കറിയാം. നിങ്ങളിപ്പോ 50-60 ഉള്ളിക്കല്ലേ പോണേ, അതില് സ്പീഡ് പോയില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് 25 കിട്ടും. അപ്പൊ എത്രയാണ് ഇത് ആസ്ക് ചെയ്യണേ? ഇത് നമ്മൾ ചോദിക്കണ 2.85 ഒക്കെ ചോദിച്ചിരുന്നു. നമുക്ക് 2.70 കിട്ടണമെങ്കിൽ കൊടുക്കാം. 2.70 ലാസ്റ്റ് കൊടുക്കാം. അല്ല, മാക്സിമം ലോണും ചെയ്യാം. മാക്സിമം 2.25 വരെയൊക്കെ ലോണും കിട്ടും. അപ്പൊ ആവശ്യക്കാർ വിളിച്ചോട്ടെ. ആവശ്യക്കാർ വിളിച്ചു.